നമ്മൾ ക്ലോസ് ആയ ആൾക്കാരൊക്കെ പറയും ശ്വേതേ ഇന്നെ ഞാൻ ആദ്യം കണ്ടപ്പോ ജാടേന്റെ ഒരു കൊട്ടയാന്നാ വിചാരിച്ചേ എന്ന് പറയും. എന്റെ ഇന്റൻഷൻ വേറെയാണ് പാട്ട് പാടുക എന്നുള്ളത്. പക്ഷെ അത് ഏതൊക്കെ രീതിയിൽ ആൾക്കാർ എടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. സരിഗമപ്പയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നല്ലോ, അതിപ്പോഴും കീപ്പ് ഇൻ ടച്ച്, എല്ലാവരും ഒരുമിച്ച് എല്ലാവരുമായിട്ട് കണക്ഷൻ ഉണ്ട്. പിന്നെ ആ സമയത്ത് ഞാൻ ഒരുപാട് ക്ലോസ് ആയിരുന്നില്ല എല്ലാവരുടെ അടുത്തും. ഞാനൊന്നും വിചാരിച്ചിട്ടല്ല, പക്ഷേ നമ്മൾ അത്രയും ക്ലോസ് ആയിരുന്നില്ല. ഷോ കഴിഞ്ഞിട്ടാണ് ആക്ച്വലി എന്നെ എല്ലാവർക്കും മനസ്സിലായത്. എന്നോട് ഉണ്ടായ അന്ന് മുതൽ എല്ലാവരും ഉണ്ടായെന്നതല്ല, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്, നമ്മൾ ക്ലോസ് ആയ ആൾക്കാരൊക്കെ പറയും ശ്വേതേ ഇന്നെ ഞാൻ ആദ്യം കണ്ടപ്പോ ജാടേന്റെ ഒരു കൊട്ടയാന്നാ വിചാരിച്ചേ എന്ന് പറയും. അത് ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ അല്ല കേട്ടോ കൂട്ടുകാരെ. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൽസ്വഭാവിയും വിനയാന്വിതയുമായ ഒരു കുട്ടിയല്ല, ലേഡിയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമന്റ്സിനൊക്കെ അഡ്രസ് ചെയ്യാറുണ്ടോ? ലൈക്ക് നോക്കാറുണ്ടോ? അത് ഉള്ളിലേക്ക് എടുക്കാറുണ്ടോ? ഉള്ളിലേക്ക് എടുക്കാറുണ്ട്, പക്ഷെ ഉള്ളിലേക്ക് എടുത്തിട്ട് പുറത്ത് വിടും. എങ്ങനെയാണ് ഹീൽ ചെയ്യും? ഹീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ടും നെഗറ്റീവ് കമന്റ്സ് ഫേസ്ബുക്കിലാണുള്ളത്. അപ്പൊ ഫേസ്ബുക്കില് ഞാൻ കമന്റ്സ് ഒന്നും നോക്കാറുണ്ടായിരുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി ഒരു ദിവസം ഞാൻ പോയി നോക്കി. പാട്ട് പാടുന്ന വീഡിയോസിന് പോലും കുറെ കമന്റ്സ് ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും, എന്റെ ഇന്റൻഷൻ വേറെയാണ് പാട്ട് പാടുക എന്നുള്ളത്. പക്ഷെ അത് ഏതൊക്കെ രീതിയിൽ ആൾക്കാർ എടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് നോട്ടിഫിക്കേഷൻ ഇല്ലേ ആപ്പില്, അത് ഞെക്കുകയേ ഇല്ല. നേരെ എന്റെ പേജിലും എന്റെ സോങ്സ് വ്യൂസും മാത്രം നോക്കും. കാരണം കമന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ആ ദിവസം പോയി പോകും. അങ്ങനെയും ഇങ്ങനെ മനസ്സിനെ എന്നെ ബാധിക്കും. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ബാധിക്കും, പക്ഷെ അതൊന്ന് പുറത്തൊക്കെ വരും. നമ്മൾ ഇവിടുന്ന് വന്നാണ് അല്ലേ. ഈ തുളസിക്കതിർ നുള്ളിയെടുത്തു എന്നുള്ള പാട്ട്, അപ്പൊ എനിക്ക് തോന്നുന്നു വേറൊരു പെൺകുട്ടി പാടിയിട്ടാണ് അത് ആദ്യം ഒരു അല്ലേ? അതാണ് ഞാൻ കേൾക്കുന്ന ആദ്യത്തെ വേർഷൻ. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതേ ഒരു പെൺകുട്ടി ഗുരുവായൂർ തന്നെ വെച്ചിട്ടാ പാടുന്നെന്ന് തോന്നുന്നു. അപ്പൊ അത് കേട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ആ പാട്ട് കേട്ടത്. പിന്നീട് ഞാൻ കേൾക്കുന്ന ശ്വേത പാടിയ ഒരു വേർഷൻ, പാടി അഭിനയിച്ച വേർഷൻ. അതെനിക്ക് തോന്നുന്നു യൂട്യൂബില് 30 million 25 million അങ്ങനെ എന്തോ ആ ലെവലിൽ എത്തി. ആ പാട്ട് എത്രത്തോളം ക്ലോസ് ആണ് അത്? അതിന് സർഗം ഓഡിയോസിനോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള നന്ദിയുണ്ട്. കാരണം മൻസ്റ്റാർ സിംഗിലുള്ള സമയത്ത് ഒരു ഡിവോഷണൽ സോങ് പാടിയതിന്റെ ഓർമ്മയിലാണ് അവരെന്നെ വിളിക്കുന്നത്. ശ്വേത ഈ പാട്ട് ലീലാ മാധവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്, അതില് ശ്വേത പാടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം തുളസിക്കതിർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് മെയിൽ അയച്ചതാ, കോണ്ടാക്ട് നമ്പർ ഇല്ലാഞ്ഞിട്ട്. അപ്പൊ നമ്മള് കോണ്ടാക്ട് നമ്പർ എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, തുളസിക്കതിരാണെന്ന് പറയുന്നു. പിന്നെ ഇതിന്റെ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നോർമലി പോയിട്ട് പാട്ട് റെക്കോർഡ് ചെയ്തു. വീഡിയോസ് ചോറ്റാനിക്കര അങ്ങോട്ടുള്ള ഒരു തറവാടുണ്ട്, അവിടെ പോയിട്ടാണ് എടുത്തത്, ഷൂട്ട് ചെയ്തത്. ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആദ്യമായിട്ടാണോ? അതെ, ഒഫീഷ്യലി അഭിനയിക്കുന്നത്. പക്ഷെ അഭിനയം ഇഷ്ടാണ് പറയുന്നേ അല്ല, ഇഷ്ടാണ് ചെറുതായിട്ട്? എനിക്ക് ഇഷ്ടമല്ല, അഭിനയിക്കാൻ താല്പര്യക്കുറവുണ്ട്. ഓക്കെ, പാട്ടാണ് നമുക്ക് പാട്ടാണ് ഇഷ്ടം. ഇവർ അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമായിരുന്നു, പക്ഷെ പാട്ട് പാടിയാ മതി എന്ന് പറഞ്ഞത് കൊണ്ട് ഞാന് പോയിട്ട് ചെയ്തു. ഒന്ന് പാടുവോ തുളസിക്കതിർ? തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. എത്ര കുട്ടികൾ ഈ പാട്ട് കേട്ട് ഉറങ്ങുന്നറിയോ? കുറേ പേര് വന്ന് പറയാറുണ്ട്, എന്റെ മോൾ ഈ പാട്ട് കേട്ടിട്ട് ഉറങ്ങലുള്ളത്.